അർജുനും ശ്രീതുവും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് പറയുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിനെ കുറിച്ചാണ്. അവിടെ ശ്രീതുവിൻ്റെ അടുത്ത് മാക്സിമം ട്രൈ ചെയ്യണം ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കണം, നിന്റെ മാക്സിമം ചെയ്ത് അത് നേടിയെടുക്കാനായിട്ട് നോക്കണമെന്ന് ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, അവിടെ ജിൻഡോ ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു ഒരു കാര്യത്തെക്കുറിച്ച് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നിൻ്റെ അടുത്ത് പറയണ്ട എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ജിൻഡോ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് വന്നിട്ട്, അതായത് ഒരുമിച്ച് ഗെയിം കളിക്കാമോ എന്നൊരു ചോദ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട്, ഒരുമിച്ച് ഗെയിം കളിക്കാമോ? ആള് ആക്ച്വലി മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു, നമുക്കൊരു ടീം പോലെ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. ഇത്തവണ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നതാണ്, ഇത്തവണ ആളെ ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ആളെ കൂടെ നിൽക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ നിൽക്കാം എന്നാണ് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ആൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഹെൽപ്പ് വേണം ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ് പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആളെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അർജുൻ പറയുന്നുണ്ട്, ആൾക്കിപ്പോൾ എന്തോ നമ്മളെ ഭയങ്കര വിശ്വാസമാണെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെയല്ല, ആൾക്ക് ഭയങ്കര നമ്മളെ രണ്ടുപേരുടെ അടുത്ത് ഭയങ്കര വിശ്വാസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു, ഞാനും അർജുനുമായിട്ട് സംസാരിച്ച കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അർജുനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ശ്രീതുവിൻ്റെ അടുത്ത് കൂടി പറയാണ്, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ എന്ന് വന്ന് ജിൻഡോ ചേട്ടൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് ആൾക്ക് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ്, അത് ഓരോരുത്തരും ഒറ്റയ്ക്ക് കളിക്കുന്ന ടാസ്ക്കാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പോ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാനാണ് അവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളത് അർജുനുമായിട്ട് ജിൻഡോ. അപ്പോൾ ജിൻഡോ ചേട്ടൻ വന്ന് സംസാരിച്ച് അത് ഓക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അർജുൻ കുഴപ്പമില്ല, എനിക്ക് ചെയ്തു കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, ഞാൻ ചെയ്യാമെന്നാണ് അവിടെ ശ്രീതുവായിട്ടിരുന്ന് സംസാരിക്കുന്നത്. ശ്രീതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഗ്രൂപ്പ് ടാസ്ക് ഒന്നും വരാനില്ല, വന്നു കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രീതു പറയുന്നുണ്ട്. ഇവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ജിൻഡോയ്ക്ക് അർജുൻ്റെ അടുത്തും ശ്രീതുവിൻ്റെ അടുത്തും ഒരു കൂടുതൽ താല്പര്യമുണ്ട്, വിശ്വാസമുണ്ട്. അർജുനാണെങ്കിൽ ജിൻഡോനെ ഭയങ്കര വിശ്വാസത്തിലാണ് ഇപ്പോൾ കുറേ നാള്. ഇപ്പോൾ ശ്രീതുവിനെ നോമിനേറ്റ് ചെയ്ത കാര്യം വരെ പറയുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ ചെയ്യില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനുമായിട്ട് പുള്ളി സംസാരിക്കുന്നതാണ്, ആൾ ചെയ്യില്ല, ആൾ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു കണക്ഷൻ, വിശ്വാസം അവർക്കിടയിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ.